നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ ഞാൻ ഇന്നാണ് കണ്ടത്. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിവിൻ പോളിയുടെ ഒരു കംബാക്ക് തന്നെയാണ് ഈ ഒരു സിനിമ എന്നാണ് എനിക്ക് തോന്നിയത്. സിനിമയെ പറ്റി പല നെഗറ്റീവ് റിവ്യൂസും കണ്ടും കേട്ടുമൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ കാണാൻ പോയത്. പലർക്കും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവാം. അത് സ്വാഭാവികമാണ്. എനിക്കുള്ള ഒരു സിനിമാസ്വാദനമായിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാവുക. എന്നിരുന്നാലും ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിൽ ഡീഗ്രേഡിങ് ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ റിവ്യൂകളിൽ പറയുന്നത് പോലെ ഈ ഒരു സിനിമയിൽ ഒരുപാട് നെഗറ്റീവുകളുണ്ടെന്നും ഈ ഒരു സിനിമ ആവറേജ് സിനിമയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് പല റിവ്യൂകളിലും പറയുന്നത് പോലെയുള്ള നെഗറ്റീവ്സ് ഒന്നും തോന്നിയില്ല. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നിവിൻ പോളിയുടെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയും ചെറിയ രീതിയിലുള്ള കോമഡികളൊക്കെ ആയിട്ട് പോകുന്ന ഒരു മികച്ച ആദ്യ പകുതിയാണ് സിനിമയ്ക്കുള്ളത്. നിവിൻ പോളിയും അനശ്വര രാജനൊക്കെ ഉള്ള ആ ലവ് സോങ് ഫസ്റ്റ് ഹാഫിലാണ്. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ മഞ്ജു പിള്ളയും സലീം കുമാറും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഗോപിയും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ്ങൊക്കെ പല മലയാളികളുടെയും ലൈഫിൽ ഇതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി കൂട്ടുകെട്ട് സ്ക്രീനിൽ കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ചെറിയ തമാശകളിലൂടെയൊക്കെ പോയിരുന്ന ഫസ്റ്റ് ഹാഫിൽ പിന്നീട് ജാതി രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടൊക്കെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ പറയുന്നത്. ജാതിയും രാഷ്ട്രീയവും കൂടി കൂട്ടിക്കുഴച്ചാൽ അത് വിഷമാകുമെന്നുള്ളത് ഈ ഒരു സിനിമയിൽ മികച്ച രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ കേരളത്തിലെ പ്രമുഖ പാർട്ടികളെ ഈ ഒരു സിനിമയിൽ ട്രോളുന്നുണ്ട്. അതുപോലെ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോ ഉണ്ട് സിനിമയിൽ. പലരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അത് ആരാണെന്ന്. ഷൈൻ ടോം ചാക്കോ ആണ്. ഷൈൻ ടോം ചാക്കോ 10-5 മിനിറ്റുള്ള ഒരു ക്യാമിയോ റോളാണ് ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ നല്ല ഗൂസ് ബോംസ് തരുന്നത് തന്നെയായിരുന്നു. അതുപോലെ തിയേറ്ററിൽ ഷൈൻ ടോം ചാക്കോയുടെ ഡയലോഗുകൾക്കൊക്കെ നല്ല കയ്യടിയാണ് കിട്ടിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ ടോട്ടലി വേറെ ഒരു മൂഡിലേക്ക് മാറുക. എന്നിരുന്നാലും നിവിൻ പോളിയുടെ ആ പഴയ നിവിൻ പോളിയുടെ കംബാക്ക് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള കോമഡി സീൻസ് സിനിമയുടെ സെക്കൻഡ് ഹാഫിലുണ്ട്. നമ്മൾ വടക്കൻ സെൽഫിയിലൊക്കെ കണ്ട ആ ഒരു നിവിൻ പോളിയുടെ അത്തരത്തിലുള്ള പെർഫോമൻസൊക്കെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം. എനിക്ക് സിനിമയുടെ സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇഷ്ടമായത്. ഫസ്റ്റ് ഹാഫ് മോശമാണെന്നല്ല, സിനിമയുടെ സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം നിവിൻ പോളിയുടെ കംബാക്കാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന്. കാരണം അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. സെക്കൻഡ് ഹാഫിലെ പല സംഭവങ്ങളും നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അറിയാതെ ഈ ഒരു സിനിമ കാണുമ്പോൾ കരഞ്ഞു പോകും. ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു സിനിമയെ പറ്റി പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞാൽ സ്പോയിലറാവും. എന്തായാലും ദയവ് ചെയ്ത് നെഗറ്റീവ് റിവ്യൂസ് ഒന്നും കണ്ട് ഈ ഒരു സിനിമ കാണാതെ പോകരുത്. കാരണം നല്ലൊരു തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു മികച്ച സിനിമ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. കോമഡിയും ഫീൽ ഗുഡും സോഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസും ഒക്കെ ബ്ലെൻഡ് ചെയ്ത ഒരു മികച്ച സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെടണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. കാരണം സിനിമ എന്നത് അങ്ങനെയാണ്, പല ആളുകൾക്കും ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായമാണ് ഈ ഒരു റിവ്യൂവിൽ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മലയാളി ഫ്രം ഇന്ത്യ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.